Hi all, welcome back to SR Formula of Education. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ സിക്സ്ത് ചാപ്റ്റർ ആയിട്ടുള്ള കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് വൻകരകളും സമുദ്രങ്ങളും എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്ക. സൗത്ത് അമേരിക്ക. First point, it is located between the Pacific Ocean and the Atlantic Ocean. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെൻ്റ് ആണ്, വൻകരയാണ് തെക്കേ അമേരിക്ക. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ്. സൗത്ത് അമേരിക്ക ഈസ് ദി ഫോർത്ത് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ഇൻ ദി വേൾഡ്. നമ്മുടെ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ വൻകരയാണ് സൗത്ത് അമേരിക്ക. തേർഡ് പോയിന്റ്, Mount Aconcagua is the highest peak. മൗണ്ട് അക്കോങ്ക്വ ആണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. The fourth point, River Amazon with the largest share of fresh water flows through this continent. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ വഹിച്ചു കൊണ്ടുപോകുന്ന ആമസോൺ റിവർ ഫ്ലോ ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലൂടെയാണ്. നമ്മുടെ വേൾഡിലെ ഏറ്റവും ലോങ്ങസ്റ്റും ലാർജസ്റ്റുമായിട്ടുള്ള റിവർ നൈലാണ് അല്ലേ. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന റിവർ, അതുപോലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റിവർ ആണ് ആമസോൺ റിവർ. നെക്സ്റ്റ് പോയിന്റ്, ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദി ആമസോൺ റിവർ ബേസിൻ സിറ്റുവേറ്റഡ് ടു ദി നോർത്ത് ഓഫ് സൗത്ത് അമേരിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്. സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്തുള്ള ആമസോൺ നദി ബേസിനിൽ നല്ല ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്. ഈ ഡെൻസ് ഫോറസ്റ്റിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും അതുപോലെ ഡൈവേഴ്സ് ആനിമൽസും ഒക്കെ തന്നെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, കാറ്റിൽ റിയറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് കന്നുകാലി വളർത്തൽ. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ ഇൻ 2 boxes. ദ ഫസ്റ്റ് ബോക്സ്, ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദി റിവർ. നദിയിലോട്ട് ഇറങ്ങല്ലേ. പിറാന is a type of fish found in river Amazon. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം ഫിഷാണ് പിരാന. They have extremely sharp teeth with which they ferociously attack other fishes and animals and finish them off within seconds. മറ്റു മത്സ്യങ്ങളെയും അതുപോലെ നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിനുള്ളിൽ അവ തിന്നു കഴിയും. അതാണ് പിറാനയുടെ പ്രത്യേകത. ദ നെക്സ്റ്റ് ബോക്സ്, ടാപ്പിയോക്ക ഇസ് എ ഫോറിനർ. മരച്ചീനി അല്ലെങ്കിൽ കപ്പ ഒരു വിദേശിയാണ്. ടാപ്പിയോക്ക, ദ ഫേവറേറ്റ് ഫുഡ് ഓഫ് കേരളൈറ്റ്സ്, ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ കപ്പയുടെ ജന്മദേശം, മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലാണ്. മെനി ഓഫ് അവർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഹാവ് കം ഫ്രം സൗത്ത് അമേരിക്ക. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ളവയാണ്. There are such important questions for you. First one, which is the highest peak in South America? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആൻസർ, മൗണ്ട് അക്കോങ്ക്വ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സൗത്ത് അമേരിക്ക വിത്ത് ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ. കൂടുതൽ ഫ്രഷ് വാട്ടർ വഹിച്ചുകൊണ്ട്, ശുദ്ധജലം വഹിച്ചുകൊണ്ട് സൗത്ത് അമേരിക്കയിലൂടെ ഒഴുകുന്ന റിവറുടെ പേരെന്താണ്, നദിയുടെ പേരെന്താണ്? ആൻസർ, ആമസോൺ റിവർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ടാപ്പിയോക്ക? ടാപ്പിയോക്ക, കപ്പയുടെ അല്ലെങ്കിൽ പൂളയുടെ ജന്മദേശം എവിടെയാണ്? സൗത്ത് അമേരിക്ക. Now we are going to learn about Antarctica. Antarctica. First point, Antarctica stands 5th in size. We have 7 continents. Antarctica is the 5th largest continent in the world. നമുക്ക് 7 വൻകരകളുണ്ട്. ഈ 7 വൻകരകളിൽ 5ാമത്തെ വലിയ വൻകരയാണ് അന്റാർട്ടിക്ക. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദി വേൾഡ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ് സിൻസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ.
വർഷം മുഴുവനും മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട് അന്റാർട്ടിക്ക അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. എന്താണത്? വൈറ്റ് കോണ്ടിനെന്റ്, വെളുത്ത ഭൂഖണ്ഡം എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, ദർ ഈസ് നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. ഇവിടെ സ്ഥിരമായിട്ടുള്ള മനുഷ്യവാസമില്ല. മനുഷ്യർ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, many countries have such a research centers for climate studies and mineral explorations in this mineral rich continent. ധാരാളം മിനറൽസ് ഉള്ള ഈ കോണ്ടിനെന്റിൽ മിനറൽസിന്റെ എക്സ്പ്ലോറേഷൻസിന് വേണ്ടിയിട്ട്, ധാതു പര്യവേഷണത്തിനായിട്ടും ക്ലൈമാറ്റിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടും പല രാജ്യങ്ങളിൽ നിന്നുള്ള പല റിസർച്ച് സെന്റേഴ്സും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. Next point, Maitri and Bharati are the Indian research centers in Antarctica. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റിസർച്ച് സെന്റേഴ്സ് ആണ് മൈത്രിയും ഭാരതിയും. ഇന്ത്യ ടോട്ടലി 3 റിസർച്ച് സെന്റേഴ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 മൈത്രിയും ഭാരതിയും. Then you can see a box in your textbook. Dakshin Gangotri PO. India opened a post office in 1983 at its first Antarctic Research Center named Dakshin Gangotri. Nearly 2000 letters were mailed from here. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ റിസർച്ച് സെൻ്ററാണ് ദക്ഷിൺ ഗംഗോത്രി. ഇന്ത്യക്ക് 3 റിസർച്ച് സെൻറ്റേഴ്സാണ് അന്റാർട്ടിക്കയിലുള്ളത്. അതിൽ ആദ്യത്തേത് ദക്ഷിൺ ഗംഗോത്രിയാണ്. മറ്റു 2 മൈത്രിയും ഭാരതിയും. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കയിലെ റിസർച്ച് സെൻ്റർ ആയിട്ടുള്ള ദക്ഷിൺ ഗംഗോത്രിയിൽ 1983 ഒരു പോസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ആ പോസ്റ്റ് ഓഫീസാണ് ദക്ഷിൺ ഗംഗോത്രി PO എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ദക്ഷിൺ ഗംഗോത്രി POയിൽ നിന്നും 2000-ലധികം കത്തുകൾ ഇവിടെ നിന്നും അയച്ചിട്ടുണ്ട്. 1983 ഈ ദക്ഷിൺ ഗംഗോത്രിയിലെ ദക്ഷിൺ ഗംഗോത്രി PO എന്ന പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്. There are such important questions for you. First one, which is the coldest region of the world? നമ്മുടെ ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാണ്? ആൻസർ, അന്റാർട്ടിക്ക. സെക്കൻഡ്, which continent is also known as white continent? ഏത് വൻകരയാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ, വൈറ്റ് കോണ്ടിനെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ, അന്റാർട്ടിക്ക. തേർഡ് ക്വസ്റ്റ്യൻ, വൈ അന്റാർട്ടിക്ക ഈസ് കോൾഡ് വൈറ്റ് കോണ്ടിനെന്റ്? എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ, അന്റാർട്ടിക്ക ഈസ് നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ് സിൻസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വർഷം മുഴുവനും മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് അന്റാർട്ടിക്ക അറിയപ്പെടുന്നത് വൈറ്റ് കോണ്ടിനെന്റ്, വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 റിസർച്ച് സെന്റേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിലെ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 3 റിസർച്ച് സെന്റേഴ്സ് ഏതൊക്കെയാണ്? മൈത്രി, ഭാരതി ആൻഡ് ദക്ഷിൺ ഗംഗോത്രി. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഫസ്റ്റ് റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യ ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ റിസർച്ച് സെന്റർ ഏതാണ്? ആൻസർ, ദക്ഷിൺ ഗംഗോത്രി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിൽ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഓഫീസിന്റെ പേരെന്താണ്? ആൻസർ, ദക്ഷിൺ ഗംഗോത്രി PO. Now we are going to learn about Europe. Europe, first point, it is located between the Atlantic Ocean and Asia. ഏഷ്യയുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ്. സെക്കൻഡ്, ഇറ്റ് സ്റ്റാൻഡ്സ് 6th in സൈസ്. വലുപ്പത്തിൽ 6ാം സ്ഥാനത്തുള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ്. നമുക്ക് 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട്. ഈ 7 കോണ്ടിനെൻറ്റ്സിൽ 6ാമത്തെ വലിയ കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ്. അതേസമയം 2ാമത്തെ ചെറിയ വൻകര കൂടിയാണ് യൂറോപ്പ്, അല്ലേ? 7 വൻകരയുണ്ട്. അതിൽ 6ാമത്തെ വലിയതാണെങ്കിൽ 2ാമത്തെ ചെറിയ വൻകര കൂടിയാണ് യൂറോപ്പ്. തേർഡ് പോയിന്റ്, ദ യുറാൽ മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം ഏഷ്യ. ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്, മലനിരകളാണ് യുറാൽ മൗണ്ടെയിൻ റേഞ്ച്. ഓക്കെ, സോ
യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി തേർഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ജനസംഖ്യയിൽ മൂന്നാമതായിട്ട് നിൽക്കുന്ന ഒരു വൻകരയാണ് യൂറോപ്പ്. സദേൺ യൂറോപ്പ് എൻജോയ്സ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. ദ നോർത്തേൺ പാർട്ട് എക്സ്പീരിയൻസസ് സെവിയർ കോൾഡ്. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളതെങ്കിൽ വടക്കുഭാഗത്ത് നല്ല സെവിയർ കോൾഡാണ്, അതികഠിനമായ തണുപ്പാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ്. യൂറോപ്പ് വ്യാവസായികപരമായിട്ട് ഇൻഡസ്ട്രിയലി വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ്, ഫിഷിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ. നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ്, ജോലിയാണ് ഫിഷിംഗ്, മത്സ്യബന്ധനം. In your textbook, you can see a small box with a title, Norway, the land of the midnight sun. നോർവേ പാതിരാസൂര്യൻ്റെ നാട് എന്ന ടൈറ്റിലിൽ നിങ്ങൾക്കൊരു ബോക്സ് കാണും. കൺട്രീസ് ലൈക്ക് നോർവേ ആൻഡ് ഫിൻലാൻഡ് falling within the Arctic Circle experience 6 months of night and 6 months of day every year. 66° നോർത്ത് ആർട്ടിക് വൃത്തത്തിനുള്ളിൽ, ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിൽ ഒരു വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അതിനാലാണ് നോർവേ ദ ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എസ് കെ പൊറ്റക്കാട് എന്ന പ്രസിദ്ധ നോവലിസ്റ്റിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അല്ലേ? There are such important questions for you. First one, which is the third most populated continent in the world? നമ്മുടെ ലോകത്തിൽ മൂന്നാമതായിട്ട് ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന കോണ്ടിനെന്റ് ഏതാണ്? ആൻസർ, യൂറോപ്പ്. നെക്സ്റ്റ്, നെയിം ദ മൗണ്ടെയിൻ റേഞ്ച് വിച്ച് സെപ്പറേറ്റ് യൂറോപ്പ് ഫ്രം ഏഷ്യ. ഏഷ്യയിൽ നിന്നും യൂറോപ്പിനെ വേർതിരിക്കുന്ന മലനിരകളുടെ പേരെഴുതുക. ആൻസർ, യുറാൽ മൗണ്ടെയിൻ റേഞ്ച്. Third question, which country is called the land of the midnight sun? ഏത് രാജ്യമാണ് പാതിരാസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ, നോർവേ. Fourth one, why is Norway called the land of midnight sun? എന്തുകൊണ്ടാണ് നോർവേ പാതിരാസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഫസ്റ്റ് പോയിന്റ്, ആൻസർ ഫസ്റ്റ് പോയിന്റ്, നോർവേ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ആർട്ടിക് സർക്കിൾ 66.5° നോർത്ത്. 66° നോർത്തിൽ ആർട്ടിക് സർക്കിളിലാണ് നോർവേ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് റീജിയൻ എക്സ്പീരിയൻസ് 6 months ഓഫ് നൈറ്റ് ആൻഡ് 6 months ഓഫ് ഡേ എവറി ഇയർ. അതുകൊണ്ട് തന്നെ നോർവേയിൽ ഒരു വർഷത്തിൽ 6 മാസം പകലും ഒരു വർഷത്തിൽ 6 മാസം രാത്രിയുമായിരിക്കും. അതിനാലാണ് നോർവേ ദ ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Next, we are going to learn about Australia. Australia. First point, it is the smallest continent. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ, along with a few surrounding islands, is known as Oceania. ഓസ്ട്രേലിയയും അതിനു ചുറ്റുമുള്ള ചെറിയ ദ്വീപ് സമൂഹങ്ങളും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് ഓഷ്യാനിയ. ഓഷ്യാനിയ എന്നത് ഓസ്ട്രേലിയയുടെ മറ്റൊരു പേരാണ്. Third point, it is referred to as the island continent as it is surrounded by ocean. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഓസ്ട്രേലിയ അറിയപ്പെടുന്നത് വൻകര ദ്വീപ്, ഐലൻഡ് കോണ്ടിനെന്റ് എന്ന പേരിലുമാണ്. പ്ലാറ്റിപ്പസ്, ഗാംഗറൂ, ഡിങ്കോ എക്സെട്ര ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചില അനിമൽസ് ആണ്. ഒന്ന് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത് മുട്ടയിടുന്ന ഒരു മാമലാണ്. നെക്സ്റ്റ് വൺ, ഗാംഗറൂ. ഗാംഗറൂ ദ അനിമൽ വിത്ത് എ പൗച്ച്, സഞ്ചി മൃഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അനിമലാണ് ഗാംഗറൂ. ദെൻ ഡിങ്കോ, ബിലോങ്ങിങ് ടു ദി ഡോഗ് ഫാമിലി, നായ വർഗത്തിൽപ്പെട്ട ഒരു അനിമലാണ് ഡിങ്കോ. ഇവരെല്ലാവരും ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രധാനപ്പെട്ട അനിമൽസ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വീറ്റ് ഈസ് കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി. ഇവിടെ ധാരാളം ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മിനറൽസ് ലൈക്ക് ഗോൾഡ്, അയൺ ഓർ ആൻഡ് യുറാനിയം ആർ ഹെവിലി മൈൻഡ് ഇയർ. സ്വർണം,
ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് ധാരാളം ഖനനം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഷീപ്പ് റിയറിംഗ്. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമായിട്ടുള്ളൊരു കോണ്ടിനെൻ്റ് ആണ് ഇത് ഓസ്ട്രേലിയ. Then in your textbook you can see a small box with a title Islands. ദ്വീപുകൾ അല്ലെങ്കിൽ ഐലൻഡ്സ് എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണും. ഓക്കെ, സോ ഐലൻഡ്സ് റെഫേഴ്സ് ടു ലാൻഡ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. The Greenland, located to the north of the Atlantic Ocean, is the world's largest island. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത്. One more box is there in your textbook. The baby in the skin pouch. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. A skin pouch on the belly outside the body. A baby inside that pouch. Do you recognize the animal? ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ അനിമൽ ഏതാണെന്ന് മനസ്സിലായോ? ഏതാണ്? ഇറ്റ് ഈസ് ഗാംഗറു. ഇത് ഗംഗാരു ആണ്. കോമൺലി ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന അനിമലാണ് ഗാംഗറു. ഇറ്റ് ക്യാൻ ഹോപ്പ് ഫാസ്റ്റ് യൂസിങ് ഇറ്റ്സ് ഹിൻഡ് ലെഗ്സ് ആൻഡ് എ ടൈൽ. ഈ മൃഗത്തിന് അതിൻ്റെ പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകുവാനുള്ള കഴിവുണ്ട്. There are such important questions for you. First one, which is the smallest continent in the world? ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ആൻസർ ഓസ്ട്രേലിയ. Second, what is another name of continent Australia? ഓസ്ട്രേലിയ എന്ന വൻകരയുടെ മറ്റൊരു പേരെന്താണ്? ആൻസർ ഓഷ്യാനിയ. തേർഡ്, വൈ ഈസ് ഓസ്ട്രേലിയ കോൾഡ് ആൻ ഐലൻഡ് കോണ്ടിനെന്റ്? എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഒരു വൻകര ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ, ഓസ്ട്രേലിയ ഈസ് കോൾഡ് ആൻ ഐലൻഡ് കോണ്ടിനെന്റ് ആസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഓസ്ട്രേലിയ അറിയപ്പെടുന്നത് വൻകര ദ്വീപ് എന്നാണ്. നെയിം ദ ആനിമൽസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ മാത്രമായി കാണപ്പെടുന്ന ജീവികളുടെ പേരുകൾ എഴുതുക. ഏതൊക്കെയാണ്? പ്ലാറ്റിപ്പസ്, ഗാംഗറു ആൻഡ് ഡിങ്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ഐലൻഡ്? ദ്വീപുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐലൻഡ് റെഫേഴ്സ് ടു ലാൻഡ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആൻസർ, ഗ്രീൻലാൻഡ്. ദെൻ നെയിം ദ മിനറൽസ് ദാറ്റ് ആർ മൈൻഡ് ഫ്രം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്നും ഖനനം ചെയ്യുന്ന മിനറൽസ് ധാതുക്കൾ ഏതൊക്കെയാണ്? ആൻസർ, ഗോൾഡ്, അയനോർ ആൻഡ് യുറേനിയം. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം എന്നിവയാണ് ഓസ്ട്രേലിയയിൽ നിന്നും ധാരാളമായിട്ട് മൈൻ ചെയ്യുന്ന മിനറൽസ്. In your textbook, page number 79, you can see an important activity. The question is, prepare a list of the information gathered about the continent. നിങ്ങൾ വൻകരകളെ കുറിച്ച് നേടിയിട്ടുള്ള അറിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പട്ടിക പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് കോളത്തിൽ കോണ്ടിനെന്റ്സ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദി സൈസ്. വൻകരകൾ അതിൻ്റെ വലിപ്പക്രമത്തിൽ എഴുതണം. സെക്കൻഡ് കോളം മേജർ മൗണ്ടെയിൻസ്, പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ. ഡെസേർട്ട്, മരുഭൂമികൾ. മേജർ റിവേഴ്സ്, പ്രധാന നദികൾ. അതർ പെക്യുലാരിറ്റീസ്, മറ്റു സവിശേഷതകൾ. നിങ്ങൾ പഠിച്ചവ മാത്രം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഹിയർ ഈസ് ദി ആൻസർ. ഏഷ്യയാണ് ഫസ്റ്റത്തെ കോണ്ടിനെന്റ് അല്ലേ? ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാണ്? ഏഷ്യ. ഏഷ്യയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ആണ്. ഏഷ്യയിൽ ഡെസേർട്ടിനെ കുറിച്ച് പഠിക്കുന്നില്ല, റിവേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല. ദെൻ അതർ പെക്യുലാരിറ്റീസ്, മറ്റെന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഫസ്റ്റ് വൺ, വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ലോകത്തിലെ ഏറ്റവും ജനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ജനസംഖ്യയിൽ ഒന്നാമതായി നിൽക്കുന്ന വൻകരയാണ് ഏഷ്യ. സെക്കൻഡ്, ക്രോപ്സ് ലൈക്ക് പാഡി, വീറ്റ് ആൻഡ് മൈസ് ആർ കൾട്ടിവേറ്റഡ് ഹിയർ. അല്ലേ? നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവ ഏഷ്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ്.
Third, it has diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. ഏഷ്യയിൽ നല്ല മഴയുള്ളതും കുറഞ്ഞ മഴയുള്ളതും മഞ്ഞ് പെയ്യുന്നതും അതുപോലെ നല്ല ചൂടുള്ളതും മിതമായ തണുപ്പുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. സെക്കൻഡ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ മൗണ്ടെയ്ൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഡെസേർട്ട് സഹാറ ഡെസേർട്ട്, റിവർ നൈൽ റിവർ. Then important peculiarities. First one, most of the regions are desert, so agriculture is sparse. ഇവിടെ ഒട്ടുമിക്ക ഭാഗങ്ങളും മരുഭൂമി പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ കൃഷി ആഫ്രിക്കയിൽ കുറവാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ച പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. The second, dense forest with the world's richest animal diversity exist here. ആഫ്രിക്കയിൽ നല്ല ഡെൻസ് ഫോറസ്റ്റും ഉണ്ട്, ഡൈവേഴ്സ് അനിമൽസും ഇവിടെ ഉണ്ട്. ഓക്കെ, then third largest continent is the North America. വടക്കേ അമേരിക്കയിൽ നിങ്ങൾ ഒരു മൗണ്ടെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, മൗണ്ട് മാക്കിൻലി. Then next, important features. First one, വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ്. Then 21% of the world's fresh water are located here. നമ്മുടെ ലോകത്തിലെ 21% ശുദ്ധജലവും നിലനിൽക്കുന്നത് നോർത്ത് അമേരിക്കയിലാണ്. Then third one, Inuits or Eskimos are lived here. നോർത്ത് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇന്യൂട്സുകൾ അല്ലെങ്കിൽ എസ്കിമോസ് കേട്ടോ. Then fourth largest continent is the South America. സൗത്ത് അമേരിക്കയിൽ നിങ്ങൾ ഒരു മൗണ്ടെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, മൗണ്ട് അക്കോങ്ക്വ. ദെൻ ഡെസേർട്ടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. ദെൻ റിവറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏത് റിവറാണ്? റിവർ ആമസോൺ. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്. ഇവിടെ നല്ല ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്, ഡൈവേഴ്സ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഈ ഡെൻസ് ഫോറസ്റ്റിൽ കാണുന്നുണ്ട്. ദെൻ സെക്കൻഡ്, കാറ്റിൽ റിയറിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ കന്നുകാലി വളർത്തലാണ്. ദെൻ ഫിഫ്ത്ത് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഈസ് ദി അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും മലകളെ കുറിച്ചോ അല്ലെങ്കിൽ ഡെസേർട്ടിനെ കുറിച്ചോ റിവേഴ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഫസ്റ്റ്, കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. സ്ഥിരമായ മനുഷ്യവാസമില്ല. മിനറൽ റിച്ച് കോണ്ടിനെന്റ്. ധാതു സമൃദ്ധമായിട്ടുള്ള വൻകരയാണ്. ദെൻ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നെക്സ്റ്റ്, ദ സിക്സ്ത് ഇമ്പോർട്ടൻറ്റ് കോണ്ടിനെന്റ്, ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഈസ് ദി യൂറോപ്പ്. യൂറോപ്പിൽ നിങ്ങൾ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, യുറാൽ മൗണ്ടെയിൻ റേഞ്ചസ്. ദെൻ റിവറിനെ കുറിച്ചോ ഡെസേർട്ടിനെ കുറിച്ചോ നിങ്ങൾ പഠിച്ചിട്ടില്ല. സോ ദ ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ്. ഫസ്റ്റ് വൺ, തേർഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. മൂന്നാമതായിട്ട് ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന വൻകരയാണ് യൂറോപ്പ്. സെക്കൻഡ്, ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് കോണ്ടിനെന്റ്. വ്യാവസായികപരമായിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. തേർഡ് വൺ, ഫിഷിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് ഫിഷിംഗ്, മത്സ്യബന്ധനം. ഫോർത്ത് വൺ, സദേൺ യൂറോപ്പ് എൻജോയ്സ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ആൻഡ് ദ നോർത്തേൺ പാർട്ട് എക്സ്പീരിയൻസസ് സെവിയർ കോൾഡ്. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളത്, എന്നാൽ വടക്ക് ഭാഗത്തോ നല്ല കൊടും തണുപ്പാണ് ഉള്ളത്. ദ ലാസ്റ്റ് കോണ്ടിനെന്റ്, സെവൻത്ത് കോണ്ടിനെന്റ് ഈസ് ദി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലും നിങ്ങൾ ഒരു മൗണ്ടെയിനെ കുറിച്ചോ ഡെസേർട്ടിനെ കുറിച്ചോ റിവറിനെ കുറിച്ചോ പഠിച്ചിട്ടില്ല. സോ ദ ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ്. ഫസ്റ്റ് വൺ, സ്മോളസ്റ്റ് കോണ്ടിനെന്റ്. ഏറ്റവും ചെറിയ വൻകരയാണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. ഓസ്ട്രേലിയ ചുറ്റും എന്താണ്, വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു വൻകരയാണ്. തേർഡ്, പ്ലാറ്റിപ്പസ്, ഗാംഗറു ആൻഡ് ഡിങ്കോ ആർ ഫൗണ്ട് ഹിയർ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അനിമൽസ് ആണ് പ്ലാറ്റിപ്പസും ഗാംഗറു അതുപോലെ ഡിങ്കോ എന്നിവ. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഷീപ്പ് റിയറിംഗ്. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധി ആർജിച്ച ഒരു വൻകര കൂടിയാണ് ഓസ്ട്രേലിയ. ഫിഫ്ത്ത് വൺ, മിനറൽ റിച്ച് കോണ്ടിനെന്റ്.
മിനറൽസ് ധാരാളമായി കാണപ്പെടുന്ന ഒരു കോണ്ടിനെന്റ് ആണ്, വൻകരയാണ് ഓസ്ട്രേലിയ. Subscribe my channel, press bell icon for new notifications. Thank you for watching my video.